നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത നമ്മുടെ ജീവദായകനായ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ജീവനായകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് നൽകപ്പെടുന്ന ഈ കൂട്ടായ്മ കർത്താവിൻ്റെ മഹത്വമാകട്ടെ. നമ്മുടെ ആത്മീയ വർധനവിനും ശക്തീകരണത്തിനും ദൈവവിഷയമായി നാം സമ്പന്നന്മാരാകുന്നതിനും കാരണമാകട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവും സഹസ്രാബ്ദ വാഴ്ചയും എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ആൻഡ് ദ മില്ലേനിയൽ കിങ്ഡം. നമുക്കറിയാം, യേശു ക്രിസ്തുവാണ് സഹസ്രാബ്ദ വാഴ്ചയിലെ രാജാവ്. കർത്താധി കർത്താവും രാജാധി രാജാവും ദൈവാധി ദൈവവുമായി നമ്മുടെ കർത്താവാണ് ആ 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കുന്നത്. വിശുദ്ധന്മാരും കർത്താവിനോട് കൂടെ നാടുവാഴികളായി ഉണ്ടാകും എന്നുള്ളത്, ഗവർണേഴ്സ് ആയിട്ടൊക്കെ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷേ രാജാവ് യേശു ക്രിസ്തു തന്നെ. അതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നലെ പഠിക്കുകയായിരുന്നു. ക്രൈസ്റ്റ് ഈസ് ദ മെസ്സായ. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ദ മെസ്സായ. യേശു തന്നെ ക്രിസ്തുവും കർത്താവും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽക്ക് ഇങ്ങോട്ട് യേശുവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളുണ്ട്. മശിഹ എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഇസ്രായേൽ മക്കൾക്കിടയിൽ ആ ഒരു ചിന്ത വളരെ ആഴത്തിലുള്ളതായിരുന്നു. അതിന് കാരണം അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന 6 നൂറ്റാണ്ടിലധികമായിട്ടുള്ള അടിമത്വം തന്നെ. വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും അവർക്ക് റോമക്കാരിൽ നിന്ന് ഇല്ലായിരുന്നെങ്കിൽ കൂടെ അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം വേണമായിരുന്നു. എക്കാലത്തും അവരുടെ സ്വപ്നമായിരുന്നു അത്. സകല ശത്രുക്കളിൽ നിന്നും അവരെ വീണ്ടെടുത്ത് നിത്യസമാധാനത്തിലേക്ക് നടത്തുന്നത് മശിഹ തന്നെ ആയിരിക്കും എന്ന് അവർ അന്നും ഇന്നും പ്രത്യാശിക്കുന്നു. അവര് അതിനുവേണ്ടി തന്നെ കാത്തിരുന്നു. യാതൊരുവൻ വന്നാലും അവരെ സൂക്ഷിച്ചു നോക്കുന്നത് ഇവൻ മശിഹയാണോ എന്നാണ്. അങ്ങനെ യേശുവിനെയും അവർ സൂക്ഷിച്ചു നോക്കി. ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് സംശയം തോന്നി, ഇവൻ മശിഹയായിരിക്കും. നേരിട്ട് ചോദിക്കാം, പക്ഷേ കർത്താവ് ഒന്ന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടായിരുന്നു ദുരാത്മാക്കളെ പോലും യേശു ശാസിച്ചത്. ദുരാത്മാക്കൾക്ക് മനസ്സിലായി, അവരെ ബന്ധിക്കുന്ന, അവരെ നീക്കം ചെയ്യുന്ന, അവരെ ശിക്ഷ വിധിക്കുന്ന ദൈവപുത്രൻ തന്നെയാണ് ഈ വന്നിരിക്കുന്ന ആളെന്ന്. അതുകൊണ്ടാണ് അവയെ സംസാരിക്കുവാൻ അനുവദിക്കാതെ യേശു ശാസിച്ചു വിട്ടത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ്, യേശുവിൻ്റെ ജഡധാരണം, ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു രാഷ്ട്രീയ മശിഹയായിട്ടായിരുന്നില്ല. അവർക്കതിനപ്പുറം ആത്മീയ മശിഹയുടെ, പാപവിമോചനത്തിൻ്റെ, വീണ്ടെടുപ്പുകാരൻ, ആത്മീയമായ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതിൻ്റെ ഒരു ചിത്രം അവർക്ക് ലഭിച്ചിരുന്നില്ലെന്നല്ല, അവർക്ക് മനസ്സിലായില്ല. ലഭിച്ചിരുന്നു. കാരണം തിരുവെഴുത്തുകളിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നു.
അത് കാണുവാൻ കഴിയാതെ ഇസ്രായേല്യരുടെ കണ്ണ് മങ്ങിപ്പോയി. അപ്പോൾ യേശുവിൻ്റെ മശിഹാത്വത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒന്നുമില്ല. എങ്കിൽ നമുക്ക് അടുത്ത ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. സ്തോത്രം. നമ്മൾ ഇതുവരെ കണ്ടതുപോലെ സഹസ്രാബ്ദ രാജ്യത്തിലെ രാജാവെന്ന് പറയുന്നതിനേക്കാൾ ചക്രവർത്തി, സാമ്രാട്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. സാമ്രാട്ട്, എംപറർ, മോർ ദാൻ എ കിങ്, എംപറർ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. Who has decreed that Jesus will be the emperor? യേശു ആയിരിക്കും ചക്രവർത്തി എന്ന് ആരാണ് വിളംബരം ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം. സങ്കീർത്തനം 2 അതിൻ്റെ 6-ാമത്തെ വാക്യം. Psalms 2:6. എന്റെ വിശുദ്ധമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. Here is the decree. ഇവിടെയാണ് നമുക്ക് ആ ഒരു പ്രഖ്യാപനം കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. 7-ാം വാക്യത്തിൽ പറയുന്നു, I will declare the decree of the Lord. So the Lord himself has decreed that he has installed, he has established his king on God's holy Mount Zion. ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ദൈവം തൻ്റെ രാജാവിനെ, എന്ന് വെച്ചാൽ ദൈവത്തിന് പ്രതിനിധിയായി ഭരണം നടത്തുന്ന ദൈവത്തിൻ്റെ നിയമിതനായവനെ വാഴിച്ചിരിക്കുന്നു എന്ന നിർണയം പ്രസ്താവിച്ചു കഴിഞ്ഞു. So God himself has decreed about coronation or the appointment or the installation of the king. ദൈവത്തിൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ വാക്യത്തിൻ്റെ പൂർണ്ണമായ നിറവേറൽ അന്നേ സംഭവിക്കുകയുള്ളൂ. യേശുക്രിസ്തു രാജാവായിട്ട് വാഴ്ച തുടങ്ങുമ്പോൾ മാത്രമേ ഈ 2-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതൽക്കുള്ള വാക്യങ്ങളുടെ അർത്ഥം അക്ഷരികമായും പൂർണ്ണമാകൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ രാജത്വത്തെ വളരെ മുമ്പ് തന്നെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് നമ്മൾ ഉൽപ്പത്തി 49-ാം അധ്യായത്തിലും കാണുകയുണ്ടായല്ലോ. മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്,
യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനം കരസ്ഥമാക്കും എന്ന് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. We have already seen the prophecies and decrees regarding Jesus Christ as he will occupy, he will possess the throne of David as the seed or the son of David. പുതിയ നിയമത്തിലെ ജാതീയ സ്ത്രീകൾ, സ്വറഫോയ്ക്കാരുത്തിയായ കനാന്യ സ്ത്രീ ഉൾപ്പെടെ കുരുടന്മാർ, മുടന്തന്മാർ, കുഷ്ഠരോഗികൾ ഉൾപ്പെടെ ഉള്ളവർ യേശുവിനെ വിളിച്ച ഒരു പ്രധാനപ്പെട്ട പേരാണ് ദാവീദ് പുത്രൻ. ദാവീദ് പുത്രൻ എന്നതും യേശുവിൻ്റെ ഒരു മശിഹൈക പേരാണ്, ഒരു മശിഹാ പേരാണ്. അത് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. അപ്പൊ യേശുവിനെ ദാവീദ് പുത്ര എന്നൊക്കെ വിളിച്ചവര് വെറുതെ അങ്ങ് വിളിച്ചതല്ല. നമ്മൾ വെറുതെ ദാവീദിന്റെ കുടുംബത്തിൽ പിറന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മളങ്ങ് എടുക്കുന്നു. പക്ഷേ വളരെ ആഴത്തിലെ അർത്ഥം അതിനകത്തുണ്ട്. അതുകൊണ്ടാ ദാവീദ് പുത്ര എന്നൊക്കെ കണ്ണു കാണാൻ വയ്യാത്ത മനുഷ്യരിരുന്ന് വിളിച്ചപ്പോൾ യേശു നിന്നത്. അവരുടെ ബാഹ്യമായ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നെങ്കിലും ഉൾക്കണ്ണുകൾ തുറന്നിരുന്നു. തിരുവെഴുത്തുകളിൽ നൈപുണ്യം പ്രാപിച്ച സദൂക്യർക്ക്, ശാസ്ത്രിമാർക്ക്, പരീശന്മാർക്ക്, മഹാപുരോഹിതന്മാർക്ക് തെളിഞ്ഞു കിട്ടാഞ്ഞ യേശു ആര് എന്ന സത്യം ഈ ജന്മനാ അന്ധന്മാർക്ക് പലർക്കും കിട്ടി. ജാതികളായ സ്ത്രീകൾക്ക് വരെ അത് തിരിച്ചറിവുണ്ടായി. ദാവീദ് പുത്രൻ. അപ്പോൾ യേശുക്രിസ്തു ദാവീദ് പുത്രനായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന പ്രവചനങ്ങൾ നാം പല ഭാഗങ്ങളിൽ കണ്ടു കഴിഞ്ഞതാണ്. പ്രത്യേകിച്ച് 2 ശമൂവേൽ 7-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഡേവിഡിക് കവനന്റിൽ, ദാവീദീയ ഉടമ്പടിയിൽ നമ്മൾ കണ്ടു. സങ്കീർത്തനം 89-ന്റെ 20 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് 37 വരെ. ചിലരൊക്കെ അറിവില്ലാതെ സങ്കീർത്തനം 89-ാം അധ്യായം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയരുത്. സങ്കീർത്തനത്തെ അധ്യായം എന്ന് വിളിക്കാറില്ല. എവ്രി സാം ഈസ് an individual psalm. It's not chapter wise divided, and therefore never we should say Psalms chapter so and so. That is wrong. ഈ കഴിഞ്ഞ ഒരു ദിവസവും ഒരു വലിയ ഇന്റർനാഷണൽ പ്രീച്ചർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഇന്നലെയാ അവിചാരിതമായിട്ടൊരു പ്രസംഗം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് കേട്ടതാണത്. അപ്പം അങ്ങനെ ആരും പറയരുത് സങ്കീർത്തനം ഇത്രാം അധ്യായമെന്ന്. ഇത്രാം സങ്കീർത്തനം എന്നേ പറയാവൂ. സാംസ് നമ്പർ എന്ന് പറയാം. സാംസ് നമ്പർ സോ ആൻഡ് സോ. ഫസ്റ്റ് സാം, സെക്കൻഡ് സാം, തേർഡ് സാം ഓർ സാം നമ്പർ 39 ഇങ്ങനെയൊക്കെ പറയാം. അത്രേ ഉള്ളൂ. ഇവിടെ 89-ാം 89th സാം വേഴ്സസ് ഫ്രം 20 to 37. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിലും നാം കണ്ടു യേശു ദാവീദിന്റെ സന്തതിയായി ദാവീദ്യ സിംഹാസനത്തിൽ ഇരിക്കും എന്ന്. പിന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ് ജീസസ് came. Jesus was born as the king. യേശു ജനിച്ചത് തന്നെ രാജാവായിട്ടാണ്.
ലൂക്കോസ് 1:32-33 വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. ജീസസ് കെയിം ആസ് കിങ്, ജീസസ് വാസ് ബോൺ ആസ് ദ കിങ്. യേശു ജനിച്ചത് തന്നെ രാജാവായിട്ടാണ്. മറ്റൊന്ന്, ജീസസ് വാസ് റിജക്റ്റഡ് ആസ് ദ കിങ് ഓഫ് ജൂസ്. ജീസസ് വാസ് റിജക്റ്റഡ് ആസ് ദ കിങ്. യേശു രാജാവെന്ന നിലയിൽ തള്ളപ്പെട്ടു. യഹൂദന്മാർ യേശുവിനെ രാജാവെന്ന നിലയിൽ നിന്നും തള്ളിക്കളഞ്ഞു. പീലാത്തോസ് പോലും പറഞ്ഞു യഹൂദന്മാരുടെ രാജാവെന്ന്, നിങ്ങളുടെ രാജാവെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസറല്ലാതെ വേറൊരു രാജാവേ ഇല്ല. They rejected him. Israel rejected Jesus as the king. മർക്കോസ് 15:12-13, മാർക്ക് 15:12-13, also Luke 19:14, ലൂക്കോസ് 19:14. മർക്കോസിലെ വാക്യം ഒന്ന് വായിച്ചോളൂ. ആരുമില്ല? What shall I do then with the one you call the King of the Jews? Pilate asked them. Crucify him, they shouted. Thank you, Dina sister. Pilate asked, what shall I do with this person whom you call the King of Jews? അവർ പറഞ്ഞു, ക്രൂശിക്ക, അവനെ ക്രൂശിച്ചേക്ക്. But they rejected Jesus as the king. And therefore we can call him the rejected king. തള്ളപ്പെട്ട രാജാവാണവൻ, പ്രവചിക്കപ്പെട്ട രാജാവ്, the prophesied king, the born king, now the rejected king. പ്രവചിക്കപ്പെട്ട രാജാവ്, രാജാവായി ജനിച്ചവൻ, ഇപ്പോൾ തള്ളപ്പെട്ട രാജാവ്. പിന്നെ നമുക്കറിയാം, he died as the king. അവൻ രാജാവായി മരിച്ചവനാണ്, മരിച്ചപ്പോഴും അവൻ രാജാവ്. മാത്യു 27:37, മത്തായി 27:37. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്കു മീതെ വെച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്ന് യേശുവിൻ്റെ കുറ്റപത്രം, കുറ്റസംഗതി എഴുതി ക്രൂശിന്റെ മുകളിൽ തലയ്ക്ക് മീതെ വെച്ചു. അപ്പോൾ മരിച്ചപ്പോഴും അവൻ രാജാവായിരുന്നു. സ്തോത്രം. Even he was buried as the king. അവൻ അടക്കപ്പെട്ടതും രാജാവായിട്ടാ. യെശയ്യാ 53-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. അവൻ മരണത്തിൽ ആരോടുകൂടെയായിരുന്നു? among the rich or along with the rich, ധനവാന്മാരോട്. സ്തോത്രം. സാമ്പത്തികമായി പാവപ്പെട്ട വീട്ടിലാ ജനിച്ചതെങ്കിലും രാജനഗരത്തിലാണ് അവൻ ജനിച്ചത്. പിന്നെ അടക്കം ചെയ്യപ്പെട്ടതും ധനവാന്മാരോടുകൂടെയാ. അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിലാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ധനവാന്മാരുടെ കല്ലറയിൽ. സുഗന്ധ
വസ്തുക്കൾക്കും ഒന്നിനും ഒരു കുറവുമില്ലാതെ യേശുവിനെ അടക്കിയതായിട്ട് നാം കാണുന്നുണ്ട്. Now he comes again as the king. ഇനിയും നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നതും രാജാവായിട്ട് തന്നെയാണ്. സ്തോത്രം. അവൻ രാജാവായിട്ട് തന്നെ മടങ്ങി വരും. ലൂക്ക് 1:32-33, ലൂക്കോസ് 1:32-33. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. വെളിപ്പാട് 19:16 കൂടെ 19:16 റെവലേഷൻ. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ മടങ്ങിവരവിൽ അവൻ രാജാവായിരിക്കും. വെറും രാജാവല്ല, രാജാധിരാജാവ്, കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ്. നാം വെളിപ്പാട് പുസ്തകത്തിലും യേശുവിന്റെ പേര് കണ്ടു. 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ ഭൂരാജാക്കന്മാർക്ക് അധിപതി, ഭൂരാജാക്കന്മാർക്ക് അധിപതി. He will be the ruler of all the kings of the earth. That is the meaning, King of Kings. സ്തോത്രം. രാജാധി രാജാവ്, രാജാധിരാജാവ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിന് മുമ്പേ പ്രവചിക്കപ്പെട്ടത്, ജനിച്ചത്, ജീവിച്ചത്, തള്ളപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ടത്, ഇനിയും വരുന്നത് എല്ലാം രാജമയമാണ്. എല്ലാം രാജമയമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി കാണുമല്ലോ. സംശയങ്ങൾ എന്തെങ്കിലും, ചോദ്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. പഴയ നിയമത്തിൽ നമ്മൾ കണ്ട പ്രവചന ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ രാജവാഴ്ചയെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് ഇനിയും ആ ഭാഗങ്ങൾ കൂടുതൽ ആവർത്തിക്കണം എന്ന് തോന്നുന്നില്ല. യേശുക്രിസ്തു ദാവീദ് പുത്രനാണെന്ന് നാം മത്തായി 1:1 കണ്ടു. അബ്രഹാമിന്റെ പുത്രനാണെന്നും നാം 1:1 കാണുകയുണ്ടായി. സ്തോത്രം. ഉൽപ്പത്തി 17-ന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? ജെനസിസ് 17:8. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ പ്രവചനത്തിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, അബ്രഹാമിന്റെ സന്തതി, ആ പരമ്പരയിൽപ്പെട്ട ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശം ശാശ്വതാവകാശമായി കൊടുക്കും എന്ന വാഗ്ദത്തമാണ്. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം കുറെ കൂടെ വന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പഠിച്ചതാണ്. ആരാണ് സത്യത്തിൽ ഈ നിന്റെ സന്തതി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആള്? ഓർമ്മയുണ്ടല്ലോ, ക്രിസ്തു. ക്രിസ്തു.
ഗലേഷ്യൻസ് 3:16, ഗലാത്യർ 3:16 നമ്മൾ പല ആവർത്തി കണ്ടിട്ടുണ്ട്. നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറഞ്ഞിരിക്കുന്നത്. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച്. ആ സന്തതി ക്രിസ്തുവായിരുന്നു എന്ന് പൗലോസ് ഗലാത്യർ 3:16 പറയുന്നു. അതുകൊണ്ട് ഇവിടെ അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ കനാൻ ദേശത്തെ അവകാശമാക്കുവാൻ യഥാർത്ഥ അധികാരമുള്ളവൻ മശിഹ എന്ന് വരുന്നു. അവിടെ നിന്നും വീണ്ടും നാം മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം, ഈ വാഗ്ദത്തം അനുസരിച്ച് യേശു അബ്രഹാമിന്റെ പുത്രനായി വന്ന് കനാൻ ദേശം ശാശ്വത അവകാശമായിട്ട് നേടും. ഇനിയും യെരുശലേമോ ഇസ്രായേൽ ദേശമോ മറ്റൊരു ജാതിക്ക് ആകാത്തതുപോലെ യേശു അബ്രഹാമിനോടുള്ള വാഗ്ദത്തം അനുസരിച്ച് ശാശ്വതാവകാശമായി ഇസ്രായേലിന് വേണ്ടി ആ ദേശം കൈവശമാക്കും. അത് കർത്താവിൻ്റെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന മടങ്ങിവരവിലാണ് പൂർണ്ണമായും നിറവേറുക. സ്തോത്രം. പിന്നെ നമ്മളിപ്പോൾ ലൂക്കോസ് 1-ാമത്തെ അധ്യായത്തിൽ കണ്ടു, യേശു ദാവീദ് പുത്രനായി ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നും എന്നേക്കും ഇരിക്കും. ഇനിയും അതിനും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ യേശു അബ്രഹാമിന്റെ പുത്രനായും ദാവീദിന്റെ പുത്രനായും കൂടാതെ മനുഷ്യപുത്രനായും ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കും. ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കും. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു പോയതുപോലെ ഇനിയും മടങ്ങി വരും എന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. കാരണം അവൻ മനുഷ്യപുത്രനാണ്. നമ്മൾ നേരത്തെയും വായിച്ചിട്ടുള്ള യോഹന്നാൻ 5:27, ജോൺ 5:27. ഒന്നും കൂടെ വായിച്ചേക്കുമോ? അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ. ആ ന്യായവിധി എന്നുള്ളത് കേവലം ന്യായം വിധിക്കുന്ന, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ന്യായവിധി, അതിലെ ന്യായാധിപനായിരിക്കുന്നത് മാത്രമല്ല, രാജാവായി ഭരിക്കുന്നതും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ തന്നെ രാജാവായി വെക്കുന്നത്. പിതാവായ ദൈവം മനുഷ്യരെ വാഴുന്നു എന്നതിനേക്കാൾ മനുഷ്യനായി വന്ന, മനുഷ്യനായി തന്നെ നിത്യത മുഴുവനും തുടരുന്ന യേശു തന്നെ ന്യായാധിപനായി ഈ ഭൂമിയെ ഭരിക്കും എന്ന് നാം ഇവിടെ കാണുന്നു. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിന് ഒരു മുഖവുര, ഒരു ഉപക്രമം എന്ന നിലയിൽ യേശു തൻ്റെ 1000 ആണ്ട് വാഴ്ച ഇവിടെ സ്ഥാപിക്കും. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യ സംവിധാനം ഈ ഭൂമിയിൽ കർത്താവ് സ്ഥാപിക്കും. അതിൻ്റെ തുടക്കമാണ് യേശുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച. അതിൽ നാം കണ്ടു, യേശു രാജാധി രാജാവാണ്. യേശു ഇസ്രായേലിൻ്റെ രാജാവാണ്. യോഹന്നാൻ 12:13 വാക്യം, ജോൺ 12:13. ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പ് ചെന്നു, ഹോസന്ന, ഇസ്രായേലിന്റെ രാജാവായി
കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശുവിനെ അവിടെ നാം ഇസ്രായേലിന്റെ രാജാവെന്ന് കാണുന്നു. നാം വെളിപ്പാട് 19:16 കണ്ടു രാജാധിരാജാവെന്ന്. വായിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. സെഖരിയാവ് 14:9, സെഖരായ 14:9. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. സർവഭൂമിക്കും രാജാവ്. സർവഭൂമിക്കും രാജാവ്. സ്തോത്രം. യെശയ്യാ 32:1, അത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇപ്പൊ വായിക്കുന്നില്ല. ഐശയ്യാ 32:1, നീതിയുള്ള രാജാവ് അല്ലെങ്കിൽ നീതിയുടെ രാജാവ്. ഒരു രാജാവ് നീതിയോടെ വാഴും. എ റൈച്ചസ് കിങ്. ഐശയ്യാ 32:1. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ പുത്രനായി യേശുക്രിസ്തു രാജാവും രാജാധിരാജാവും ദാവീദിന്റെ പുത്രനും മനുഷ്യപുത്രനും അബ്രഹാമിന്റെ സന്തതിയും നീതിയുള്ള രാജാവും സർവഭൂമിയുടെയും രാജാവും രാജാധിരാജാവും ഒക്കെയായി ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയോടുകൂടെ തൻ്റെ നിത്യഭരണം ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കാണില്ല, കാരണം സരളമായ കാര്യങ്ങളാണല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. അതായത് സഹസ്രാബ്ദത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം വലുതായിരിക്കും. ജീസസ് ഗ്ലോറി will be great. His majesty will be majestic in the millennium. യേശുക്രിസ്തുവിന്റെ മഹത്വം വലുതായിരിക്കും ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ. സ്തോത്രം. സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രസംഗമുണ്ട്. യേശു എവിടെയാണോ ക്രൂശിക്കപ്പെട്ടത് അവിടെ തന്നെ യേശു രാജാവായിട്ട് വരും. ശരിയാ. യേശുവിനെ തള്ളിക്കളഞ്ഞ ഇടത്ത് തന്നെ, യേശുവിനെ തിരസ്കരിച്ചിടത്ത് തന്നെ യേശു രാജാവായിട്ട് വരും. അവനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർ അവനെ കൈക്കൊള്ളും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കണ്ട് വിലപിക്കും. ഒക്കെ ശരിയാ. പക്ഷേ ആ പ്രസംഗത്തിലെ പ്രശ്നം എത്രേ ഉള്ളൂ, യേശുവിൻ്റെ മഹത്വത്തെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഈ പ്രസംഗകരൊക്കെ സ്വന്തം മഹത്വമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ യേശുവിനെ ക്രൂശിച്ചു കൊന്നടത്ത യേശു രാജാവായിട്ട് വരുന്നത് പോലെ നിന്നെയും നിന്ദിച്ചിടത്ത് ദൈവം നിന്നെ ഉയർത്തും, മാനിക്കും. അവിടെയാ പ്രശ്നം. ദൈവം എന്നെ ഉയർത്തുമെന്നും മാനിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ ദൈവം ഉയർത്താൻ പോകുന്നു എന്നതിലാണ് എനിക്കൊരു വൈകാരിക സുഖം തോന്നുന്നത്. ആ വൈകാരിക സുഖത്തിൽ നിന്നുമാണ് ഞാൻ സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ പറയുന്നതും കണ്ണീരൊഴുക്കുന്നതും കൈയടിക്കുന്നതും കൈപൊക്കുന്നതും തുള്ളിച്ചാടുന്നതും ഒക്കെ. പക്ഷേ അതല്ല വേണ്ടത്. പകരം നമ്മുടെ കർത്താവിന് പിൻവരുന്ന മഹത്വത്തെ കണ്ടുകൊണ്ട് നാം സന്തോഷിക്കുന്നെങ്കിൽ എനിക്കൊരു വിരോധമില്ല.
കൂടെ വരുന്നുണ്ടല്ലോ. നമ്മുടെ കർത്താവിന് വരുന്ന മഹത്വത്തെ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നാം തുള്ളിച്ചാടുന്നെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ചാടാം. പക്ഷേ ഈ പ്രസംഗകർ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, കർത്താവിന് വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് വിവരിക്കാതെ നമുക്ക് വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച്, അതും ഭാവിയിലല്ല, ഈ ആയുസ്സിൽ നമ്മെ ഉയർത്താൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞ് വൈകാരിക പുളകതയിലേക്ക് ജനത്തെ നയിക്കുകയാണ്. അത് വേദപുസ്തകത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമല്ല. അവിടെയാണ് നമുക്ക് വിരോധമുള്ളത്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. ദൈവം നമ്മെ മാനിക്കുകയോ ഉയർത്തുകയോ ഒക്കെ ചെയ്യട്ടെ. ഈ ദൈവം നമ്മെ മാനിക്കുമെന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും തന്നു മാനിക്കുന്ന കാര്യമല്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാന്യത ഇവിടുത്തെ ധനവാന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെയാണ്. സ്തോത്രം. ഇന്നലത്തെ ഓൺലൈൻ ന്യൂസിൽ ഞാനൊന്ന് എടുത്തു വെക്കണമെന്ന് വിചാരിച്ചതാ, മറന്നുവല്ല, വിട്ടുപോയി. 40 വർഷം CRPF-ൽ, സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സിൽ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായിട്ട് ജോലി ചെയ്ത് ഇപ്പോൾ റിട്ടയറായ ഒരു മനുഷ്യൻ, CRPF-ൽ നിന്ന് 40 വർഷത്തെ സേവനം കഴിഞ്ഞ് റിട്ടയറായ ഒരാൾ, ഇന്നലത്തെ പേപ്പറിലാണ് ഞാൻ വായിച്ചത്, നമ്മുടെ ആലുവ, എറണാകുളം ഭാഗത്ത് എവിടെയാണ്, റിട്ടയറായി വന്ന ആ പട്ടാളക്കാരനെ, CRPF-കാരനെ, CRPF-ന്റെ അലുമിനി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അവരും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് 40 വർഷത്തെ രാജ്യസേവനം ചെയ്തയാളിനെ ഭയങ്കര രാജകീയമായിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അത് ഞാൻ വായിച്ചപ്പോൾ ഓർത്തു, ഈ 40 വർഷം അദ്ദേഹം CRPF-ലായതുകൊണ്ട് സുഖകരമായ ഒരു സർവീസ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാണത്തില്ല. അന്നൊന്നും ഈ പറയപ്പെടുന്ന അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ല. എന്നാൽ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചു പോലും കാണില്ല ഇങ്ങനെ ഒരു സ്വീകരണം. അത് കണ്ട് ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ തോന്നിക്കാണും, ഇങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഈ രാജ്യസേവനത്തിന് പോകണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പാട്ട് പാടാറുണ്ട്, താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി തരും ഓരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. സ്തോത്രം. ഈ ഭൂമിയിലല്ല നമ്മെ ദൈവം മാനിക്കുന്നത്, പകരം നാം ശുശ്രൂഷയൊക്കെ തികച്ച്, സ്തോത്രം, ക്രിസ്തീയ ജീവിതം തികച്ച്, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപദേശിമാർക്ക് മാത്രമാണ്. നല്ല കേട്ടോ. നാം എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത് ആത്മീയ ആയോധനത്തിലാണ്, സ്പിരിച്വൽ വാർഫെയറിലാണ്. ഈ ആത്മീയ പോരാട്ടം കഴിച്ച് നാം അങ്ങ് തിരികെ എത്തുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ ഇതുപോലെ സ്വീകരിക്കും. അന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാന്യത, നമുക്ക് മാനം ലഭിക്കുന്നത്. അത് ഇടയ്ക്ക് കയറി ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ
എന്തെങ്കിലും കിട്ടിയാൽ അത് വലിയ മാന്യതയാണെന്നും പറഞ്ഞ് നമുക്കൊന്നും കോളർ പിടിക്കാനില്ല. വേറെ ചിലർക്ക് കിട്ടിയത് ചിലത് നമുക്ക് കിട്ടിയില്ലെന്ന് കരുതി ആരും പരാതിപ്പെടരുത്. സ്തോത്രം. നമ്മുടെ കൂലിയും പ്രതിഫലവും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലാണ്. അവിടെ എത്തുമ്പോൾ മാത്രമേ പാട്ടുകാരൻ പറയുന്നത് പോലെ അന്ന് നാം നേടിയത് എന്തെന്ന് അറിയും. സ്തോത്രം. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം പിരിയും നേരം ആ അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്ന് അങ്ങേ കരയിൽ നിന്നും നാം നേടിയത് എന്തെന്നറിയും. അതുവരെ കാത്തിരിക്കണേ. സ്തോത്രം. അങ്ങനെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് യെരൂശലേം തലസ്ഥാനമാക്കി ഭൂമിയെ ഭരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പല മടങ്ങായിരിക്കും. സ്തോത്രം. ആ മഹത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പലയിടങ്ങളിലും നാം കാണുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള ഒരു വാക്യം ഒന്നും കൂടെ വായിച്ചു നോക്കാമല്ലോ. 1 പത്രോസ് 1 അധ്യായം 11 വാക്യമാണ്. എന്നാലും 10 കൂടെ ചേർത്ത് വായിച്ചോളൂ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അതിൽ നാം എടുക്കുന്നത് പഴയ നിയമ പ്രവാചകന്മാർ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ 2 കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങൾ. 2, വരുന്നു മഹിമയും. അതിന് മുമ്പൊരു പദം ഉണ്ടല്ലോ, എന്റെ കൂടെ നിങ്ങളില്ല. വായിച്ചവരെങ്കിലും പറയണമല്ലോ. The glory that would follow. The glory that would follow. that will follow. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും. ആ പിൻവരുന്ന മഹിമ എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം മഹിമയുടെ വലഭാഗ ഇരിക്കുന്ന ഇപ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന മഹിമ. ഇപ്പോൾ നമ്മുടെ കർത്താവ് മഹത്വത്തിലായിരിക്കുന്നു. ആ മഹത്വം അവിടെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആ മഹത്വം നമ്മുടെ കർത്താവിന് പണ്ടുമുണ്ടായിരുന്നതാണ്. ലോക ഉൽപ്പത്തിക്ക് മുമ്പേ പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വമാണത്. അതുകൊണ്ട് പിൻവരുന്ന മഹിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കർത്താവ് ആയിരിക്കുന്ന മഹത്വത്തിൽ നിന്നും വ്യത്യസ്തമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ നിമിത്തം ഉണ്ടാകുവാനിരിക്കുന്ന മഹത്വം, അത് ക്രിസ്തു ഇപ്പോൾ ആയിരിക്കുന്ന മഹത്വം മാത്രമല്ല. കാരണം ഇപ്പോൾ കർത്താവ് ആയിരിക്കുന്നത് കർത്താവിന് പണ്ടേ ഉണ്ടായിരുന്ന മഹത്വം തന്നെയാണ്. യോഹന്നാൻ 17:5 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് പിതാവേ നിന്റെ അടുക്കൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ആ മഹത്വം നേരത്തെ ഉണ്ടായിരുന്ന. എന്നാൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം കർത്താവിന് കൈവന്ന ചില മഹത്വമുണ്ട്.
അതിലൊന്നാണ് ഈ മില്ലേനിയൽ ഗ്ലോറി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ തന്നെ കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചക്കാലത്തെ മഹത്വം. അന്ന് ക്രിസ്തു മഹത്വ സമ്പൂർണനായിരിക്കും. മത്തായി 24 അധ്യായത്തിന്റെ 30 വാക്യത്തിലും ക്രിസ്തു തന്നെ അക്കാര്യം പറയുന്നുണ്ട്. മാത്യു 24:30. At that time, the sign of the Son of Man will appear in the sky, and all the nations of the earth will mourn. They will see the Son of Man coming on the clouds of the sky with power and great glory. With power and great glory, Christ will return to this earth. സ്തോത്രം. ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും മഹാതേജസ്സോടും കൂടെ ദൈവപുത്രൻ വരുന്നത് കാണും. മഹാശക്തിയോടും തേജസ്സോടും കൂടെ. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന കാലങ്ങളാണ്, മഹത്വം വെളിപ്പെടുത്തുന്ന കാലങ്ങളാണ് ഈ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവും സഹസ്രാബ്ദവും എന്നതിൻ്റെ രത്നച്ചുരുക്കം മനസ്സിലാക്കാണുമല്ലോ. പ്രവചിക്കപ്പെട്ടത്, ഇനിയും കാത്തിരിക്കുന്നത്, ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരും തേജസ്സിലായിരിക്കും അന്ന്. നാമും അന്ന് കർത്താവിനോട് കൂടെ തേജസ്സിലായിരിക്കുമെങ്കിൽ നമ്മുടെ തേജസ്സിൻ്റെ കർത്താവ് എത്രയും തേജസ്സിലായിരിക്കും, മഹത്വത്തിലായിരിക്കുമെന്ന് ഓർത്തു നോക്കുക. കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ് 2 അർത്ഥങ്ങളിൽ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ പഠനത്തിൽ തന്നെ. ഒന്ന്, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ തേജസ്സാണത്. തേജസ്, റേഡിയൻസ്, ദാറ്റ് ലൈറ്റ്, ആ ഒരു വെളിച്ചം, ആ ഒരു പ്രകാശം. മറ്റൊന്ന് ദ ഗ്ലോറി, നമ്മുടെ കർത്താവിൻ്റെ പുകഴ്ചയാണത്. ഒന്ന്, നമുക്ക് കാണാൻ പറ്റുന്ന തേജസ് അല്ലെങ്കിൽ വെളിച്ചം, ആ മിന്നൽ, ആ പ്രകാശം, ദാറ്റ് റേഡിയൻസ്. മറ്റൊന്ന് ആ പുകഴ്ചയാ, എന്തുമാത്രം നമ്മുടെ കർത്താവിന് ആദരവ് ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ മഹത്വം. ഹൗ ഹി ഈസ് ഓണേർഡ്, how highly he will be exalted. സ്തോത്രം. അപ്പം ഇത് രണ്ടും നമ്മുടെ കർത്താവിന് അന്നുണ്ടാകും. കർത്താവ് തേജസ്സിലായിരിക്കും. ഇന്നത്തെ സ്ഥിതി അല്ല ഭൂപ്രകൃതിക്ക്. അതുകൊണ്ട് കർത്താവിന് ആ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അന്നുള്ളവർക്ക് കർത്താവിൻ്റെ ആ തേജസ്സിനെ കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. ഏദനിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ആദം ഹവ്വമാര് കണ്ടിട്ടും കുഴപ്പമില്ലാതിരുന്നത് പോലെ ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ആയുസ് 1000 വർഷമാണ്. അതുകൊണ്ട് ശരീര ഘടനയ്ക്കൊക്കെ വ്യത്യാസം വരും, ഭൂപ്രകൃതിക്കൊക്കെ വ്യത്യാസം വരും.
അതെല്ലാം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് ആ ഒരു തേജസ്സിന്റെ അനുഭവത്തിലായിരിക്കും. സ്തോത്രം. അതോടൊപ്പം അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരും ജാതികളും ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ കർത്താവിനെ ആരാധിക്കും, മഹത്വപ്പെടുത്തും, കർത്താവിനെ പുകഴ്ത്തും, അവന്റെ മുൻപിൽ വണങ്ങും, അവനെ നമസ്കരിക്കും. അങ്ങനെയും ഒരു മഹത്വം. ഈ രണ്ടർത്ഥങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന നാളുകളായിരിക്കും ഈ 1000 ആണ്ട് വാഴ്ച. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. എങ്കിൽ നമുക്കും കൊലോസ്യർ 3:4 പറയുന്നത് പോലെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നും കൊണ്ട് വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി പ്രപഞ്ചമോഹവും ഭക്തികേടും വർജിച്ച് നമുക്ക് കാത്തിരിക്കാം, നമ്മെ തന്നെ ഒരുക്കാം. നീതി വസിക്കുന്ന പുതുവാന ഭൂമികളിൽ തേജോമയനായ കർത്താവിനോടുകൂടെ നിത്യത വസിപ്പാനും വാഴുവാനും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.